ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഷോർട്ട് വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് നമ്മൾ ഇതുപോലെയുള്ള ചെറിയ സ്പേസുകളിൽ വന്നാൽ നമുക്ക് വണ്ടി തിരിക്കാനായിട്ടുള്ള ഇട കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചെറിയ സ്പേസുകളിൽ എങ്ങനെ വണ്ടി തിരിക്കാമെന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരിക്കലും ഒരു വളവിലോ തിരക്കുള്ള ജംഗ്ഷനിലോ അങ്ങനെയുള്ള റോഡുകളിൽ ഒരിക്കലും നിങ്ങളിത് ചെയ്യരുത്. സ്പേസ് ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് മറ്റ് സ്പേസുകൾ കിട്ടാത്ത സാഹചര്യങ്ങളിൽ വില്ലേജ് റോഡുകളിലൊക്കെ ആണെങ്കിൽ തിരിക്കുന്നതിൽ പ്രശ്നമില്ല. അല്ലാതെ നിയമത്തിന് എതിരായിട്ട് ഒരു സ്ഥലത്തും കൊണ്ടുപോയി നിങ്ങൾ വണ്ടി തിരിക്കരുത്. ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങൾ തിരിക്കുമ്പോൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഇപ്പം എൻ്റെ വാഹനം പരമാവധി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡാണ് നിൽക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ചേർത്ത് വണ്ടി നിർത്തുക. ഇനി ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് വണ്ടി ഇടത് സൈഡ്, റോഡിൻ്റെ ഇടത് സൈഡിലേക്ക് ആക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വാഹനങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കണം. ഇതുകൊണ്ടോ വലത് സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഓടിച്ചു കൊടുക്കുക. എന്നിട്ട് വില്ലേജ് റോഡ് ആയതുകൊണ്ട് തന്നെ ഈ റോഡിൻ്റെ എൻഡിലേക്ക് നമ്മുടെ വണ്ടി വരിക ഇതുപോലെ. എന്നിട്ട് വീണ്ടും റിവേഴ്സ് ഗിയർ കൊടുക്കുക. റിവേഴ്സ് ഗിയർ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ വണ്ടിയുടെ ബാക്ക് ഇടത് സൈഡിലേക്ക് പോകണം. സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് തിരിച്ച് നിങ്ങളുടെ വണ്ടിയുടെ ബാക്ക് ഇടത് സൈഡിലേക്ക് വരുന്നു. അതായത് ഇടത് സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ ബാക്ക് ഇടത് സൈഡിലേക്ക് വരും. അപ്പം നമ്മുടെ വണ്ടിയുടെ മുൻവശം വലത് സൈഡിലേക്ക് മാറും. നിങ്ങൾ നോക്കിയത് ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് ബാക്കിലേക്ക് ലെഫ്റ്റ് മിററും റൈറ്റ് സൈഡിലെ മിററും നോക്കി വണ്ടി ബാക്കിലേക്ക് വരുന്നു. വീണ്ടും ക്ലച്ചും ബ്രേക്കും ചവിട്ടുക, ഫസ്റ്റ് ഗിയർ കൊടുക്കുക. എന്നിട്ട് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക. ഹാഫ് ക്ലച്ചിന് പോയിന്റ് വരുന്ന പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ ഇതേ വണ്ടി ഇവിടെ എടുക്കുന്നു. എന്നിട്ട് തിരിഞ്ഞാൽ ഉടൻ തന്നെ ബ്രേക്ക് ചവിട്ടി വണ്ടിയെ ബാലൻസ് ചെയ്യണം. സ്പീഡ് ബാലൻസ് ചെയ്ത് സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുക. സ്റ്റിയറിംഗ് നേരെയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സുഖകരമായിട്ട് വെറും 3 സ്റ്റെപ്പിലൂടെ ഒരു വാഹനം നിങ്ങൾക്ക് തിരിച്ചെടുക്കാനായിട്ട് കഴിയും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്തിരി പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഓക്കെ, ഇനി ഒരു ട്രിക്കും കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. ഇപ്പം ഞാൻ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരുന്നു. ഒരു ജംഗ്ഷനാണ്. ഇവിടുന്ന് എൻ്റെ വണ്ടി ഇടത് സൈഡിലേക്ക് തിരിയാണ്. നിങ്ങൾ നോക്കിക്കേ, ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഈ ഒരു ഭാഗം ഞാൻ ടേൺ എടുക്കുകയാണ്. അപ്പം നിങ്ങൾ ഒരു ജംഗ്ഷനിലൊക്കെ ടേൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ഇടത് സൈഡിലേക്കുള്ള ഒരു ടേൺ ആണ് ഒരു ജംഗ്ഷനിൽ നിന്ന് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ പരമാവധി ലെഫ്റ്റ് പിടിച്ച് തന്നെ ടേൺ എടുക്കാവുള്ളൂ. ചില ആൾക്കാർ വലത് സൈഡിലേക്ക് ചേർത്ത് ടേൺ എടുക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, വലത് സൈഡിൽ നിന്ന് വണ്ടികൾ കയറി വരുന്നുണ്ടാകും. നമ്മുടെ വാഹനത്തെ ഇടിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഡ്രൈവിങ്ങിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾക്ക് വെറും 3 സ്റ്റെപ്പിലൂടെ ഒരു വാഹനം നമുക്ക് ചെറിയ സ്പേസിലിട്ട് എങ്ങനെ തിരിക്കാമെന്നുള്ളത് നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ താഴെയുള്ള പ്ലേ ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നതാണ്.